നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എപ്പോൾ എന്തൊക്കെ അറിയാം. ഇന്ന് ഇത് സംഭവിക്കും. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് ഒരു പ്രത്യേക പാക്കേജാണ്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കുട്ടിയുടെ അമ്മയെ ഇന്നും ചോദ്യം ചെയ്യും. സംഭവത്തിൽ പ്രതിയും അമ്മാവനുമായ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. ഇതിനായി തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്നും മറ്റാർക്കും കൃത്യത്തിൽ പങ്കില്ലെന്നുമാണ് ഹരികുമാറിന്റെ മൊഴി. ചോറ്റാനിക്കരയിൽ ക്രൂരപീഡനത്തിനിരയായി മരിച്ച പോക്സോ കേസ് അതിജീവിതയുടെ പോസ്റ്റ്മോർട്ടം രാവിലെ 9 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം 3 മണിക്ക് തൃപ്പൂണിത്തുറ നടമേൽ പള്ളിയിൽ സംസ്കാരം നടക്കും. വയനാട് തൊണ്ടർനാട് ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തി ബാഗിലാക്കി ഉപേക്ഷിച്ച കേസിൽ ഇന്ന് പ്രതിയുമായി തെളിവെടുപ്പ് നടന്നേക്കും. UP സ്വദേശി മുഖീബാണ് കൊല്ലപ്പെട്ടത്. മുഹമ്മദ് ആരിഫാണ് പ്രതി. ഇയാളുടെ ഭാര്യയുമായി കൊല്ലപ്പെട്ടയാൾക്കുണ്ടായിരുന്ന ബന്ധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. കൊച്ചിയിൽ റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗ്ലോബൽ സ്കൂളിലേക്ക് SFI ഇന്ന് മാർച്ച് നടത്തും. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണം തുടരുകയാണ്. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഏരിയ സമ്മേളനങ്ങൾ തെരഞ്ഞെടുത്ത 496 പ്രതിനിധികളും 51 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. NDAയുമായി അതൃപ്തി നിലനിൽക്കുന്നതിനിടെ BDJ സംസ്ഥാന കൌൺസിലിന്റെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗം ഇന്ന് ചേരും. ചേർത്തലയിൽ നടക്കുന്ന യോഗത്തിൽ NDAയിൽ തുടരുന്ന കാര്യമടക്കം ചർച്ചയ്ക്ക് വരും. പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാന്റെ സംസ്കാരം ഇന്ന് നടക്കും. ചെന്നൈ കിൽപോക്ക് ശ്മശാനത്തിലാണ് സംസ്കാരം. രാവിലെ 10-ന് കിൽപോക്ക് ടൈലേഴ്സ് വീട്ടിലുള്ള റോഡിൽ അന്ത്യശുശ്രൂഷകൾ നടക്കും. ഗാസയിൽ 3 ഇസ്രയേലി ബന്ദികളെ ഹമാസ് ഇന്ന് മോചിപ്പിക്കും. യർബൻ ബിബാസ്, കീത്ത് സീഗൽ, ഒഫീൽ കാൽഡറോൺ എന്നിവരെയാണ് മോചിപ്പിക്കുക. മോചനം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ ഇന്ന് ബേൺമൌത്തിനെ നേരിടും. മത്സരം രാത്രി 8:30 വിറ്റാലിറ്റി സ്റ്റേഡിയത്തിൽ.